എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കർക്കിടക സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള എള്ളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഈ മരുന്ന് ചമ്മന്തി കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശരീരത്തിനും അതുപോലെ വയറിനുമൊക്കെ നല്ല ഗുണം തരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ വരൂ, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം. ഇതിലേക്ക് വേണ്ടുന്ന ചില ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു തവ എടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഏകദേശം 3 ടേബിൾ സ്പൂൺ എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ അധിക സമയമൊന്നും വേണ്ട, 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റോസ്റ്റായി കിട്ടുന്നതാണ്. എള്ള് പൊട്ടി വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇവിടെ എള്ള് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എള്ള് നീക്കിയതിന് ശേഷം അതേ പാനിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 3 എരിവുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു വെളുത്തുള്ളി, കുറച്ച് സാമാന്യം വലിപ്പത്തിലുള്ളതാണ്, ഒരെണ്ണം മാത്രം മതി. കൂടാതെ 4-5 കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇഞ്ചി കൂടുതലാവരുത്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ചെറിയ ഉള്ളിക്ക് പകരം സവാള ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഗുണം കൊച്ചുള്ളി ചേർക്കുന്നതാണ്. ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണ്. കുരുമുളക് 10 എണ്ണത്തിൽ കൂടരുത്, അതിൽ താഴെ ആയിരിക്കണം. അതുപോലെ ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. കൂടുതൽ അങ്ങ് വഴറ്റി കളർ ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. ഇനി ചെറിയൊരു മിക്സർ ജാർ എടുക്കാം. ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ചേരുവയിൽ നിന്നും വറ്റൽമുളക് മാത്രം എടുത്ത് ആദ്യം ഒന്ന് പൊടിക്കണം. ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചേരുവകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുത്ത മറ്റ് ചേരുവകൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഈ പിഴിപ്പുളിയൊന്നും ഇവിടെ വാങ്ങിക്കാൻ കിട്ടില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് റോസ്റ്റ് ചെയ്ത് വെച്ച എള്ളാണ്. കറുത്ത എള്ളിന് പകരം വെളുത്ത എള്ള് വെച്ചും ഇതുപോലെ മരുന്ന് ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ ഒരുവിധം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും അരയ്ക്കേണ്ടതാണ്. കുറച്ചുകൂടെ ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതുപോലെ ഒരു ചെറിയ ബൗൾ നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ഒന്ന് ചെയ്ത് കൊടുക്കുകയും വേണേ. ഇവിടെ ചമ്മന്തി പാകത്തിന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടും. അതായത് ചമ്മന്തി ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി ഈ ചമ്മന്തിയെ കയ്യിൽ വെച്ച് നല്ല ഒരു ഉരുളയാക്കി ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉരുളയാക്കി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതുപോലെ തന്നെ കഴിക്കാവുന്നതുമാണ്, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി. അതുപോലെ ഇതിൽ ചേർത്ത വറ്റൽ മുളകിന് പകരം കാന്താരി മുളക് ചേർത്ത് കൊടുക്കാമേ. അതാണെങ്കിൽ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ എനിക്കിവിടെ കാന്താരിയൊന്നും കിട്ടിയൊന്നുമില്ല. കിട്ടാവുന്ന അത്തരം നാടൻ ചേരുവകളൊക്കെ ചേർക്കുകയാണെങ്കിൽ പഴമക്കാർ ഉണ്ടാക്കുന്ന പോലെ മരുന്ന് ചമ്മന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ ഉണ്ടാക്കിയ ഈ മരുന്ന് ചമ്മന്തി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ തയ്യാറാക്കി നോക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോകൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.